ചിന്തിക്കാനായിട്ട് റോമാലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായം, റോമാലേഖനം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം 5-ാം വാക്യം. റോമാലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം 5-ാം വാക്യം. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇവിടെ പറയുന്നത് അവർ ഇസ്രായേലിൽ പുത്രത്വം, തേജസ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളത്. എന്തൊക്കെയാണ്? പുത്രത്വം, തേജസ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തം എല്ലാം അവർക്കുള്ളത്. ഇതെല്ലാം അവർക്കുള്ളതാണ്. ഇതിനെ അടുത്ത് പറഞ്ഞ് പിതാക്കന്മാരും അവരിൽ നിന്നല്ലോ അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. എന്നിട്ട് അടുത്ത് പറഞ്ഞു അവൻ സർവ്വത്തിനും മീതെ ദൈവമായും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ യേശുക്രിസ്തുവിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം അറിയേണ്ട കാര്യം, അവൻ സർവത്തിനും മീതെ, എല്ലാത്തിനും മീതെ ഉള്ളവൻ. അവൻ എല്ലാത്തിനും താഴെയല്ല, സകലത്തിനും മീതെ ഉള്ളവൻ. ഈസ് എബവ് ഓൾ. അവൻ എല്ലാത്തിനും മീതെ ഉള്ളവൻ. ഈസ് എബവ് ഓൾ. അങ്ങനെ നമ്മുടെ കർത്താവ് സകലത്തിനും മീതെ ഉള്ളവനായ കർത്താവ്, എല്ലാറ്റിനും മീതെ വസിക്കുന്നവനായ കർത്താവ്, എല്ലാറ്റിനും മീതെ ക്രിയ ചെയ്യുന്നവനായ കർത്താവ്, എല്ലാറ്റിനും മീതെ പ്രവർത്തിക്കുന്നവനായ കർത്താവ്. ഈ കർത്താവ് അവിടെ പറയുന്നത് ന്യായപ്രമാണം അവർക്കുള്ളത്. ന്യായപ്രമാണം അവർക്കുള്ളത്. എന്താണ് ന്യായപ്രമാണം? ന്യായപ്രമാണം എന്ന് നമ്മൾ കേൾക്കുമ്പോ നാം ചെയ്തു തീർക്കാനുള്ള ചില കാര്യങ്ങൾ എന്നാണ് നമ്മൾ പലപ്പോഴും മനസ്സിൽ ചിന്തിച്ചു വെക്കുന്നത്. നമ്മൾ ചെയ്തു തീർക്കാനുള്ള കുറെ പ്രമാണം. എന്നാൽ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്തു തീർക്കാനുള്ള പ്രമാണമായിട്ടല്ല ന്യായപ്രമാണത്തെ കാണേണ്ടത്. നാം ന്യായപ്രമാണത്തെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻഡേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ നിലവാരമാണ് ന്യായപ്രമാണം. അതായത് ദൈവം തന്റെ ആഗ്രഹം, അതായത് ദൈവം നമ്മെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ വിശദീകരിക്കുന്നതാണ് ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡ്, ഞാൻ ഇങ്ങനെ ആയിരിക്കുക എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ ന്യായപ്രമാണം എനിക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളതല്ല. ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിടത്താണ് മനുഷ്യൻ പരാജയപ്പെട്ടു പോയത്. ന്യായപ്രമാണം എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്ത് ആ ന്യായപ്രമാണത്തിന് നിവൃത്തിയിലെത്താനായിട്ട് മനുഷ്യൻ ആവോളം ശ്രമിച്ചു, അവസാനം പരാജയപ്പെട്ടു. എന്നാൽ ന്യായപ്രമാണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ. ഞാൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെ? ഞാന് ശബത്ത് ദിവസം ആചരിക്കണം, സ്വസ്ഥമായിരിക്കണം, ഞാൻ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത്, ഞാൻ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്. ഇതെല്ലാം കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു, കർത്താവിന്റെ സ്റ്റാൻഡേർഡ്. അപ്പൊ ഇവിടെ ഈ ന്യായപ്രമാണം ഇവർക്ക് കൊടുത്തപ്പോ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളിത് ആചരിക്കാൻ ശ്രദ്ധിക്കണം, നിങ്ങളത് ആചരിക്കണം, നിങ്ങളിത് പ്രമാണിക്കണം, ഇതെല്ലാ കാര്യങ്ങളും ചട്ടങ്ങളെല്ലാം ചെയ്തു തീർക്കണം, നിങ്ങൾ ചെയ്തു തീർക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അതിന് പുറകെ ഓടണം. അപ്പൊ അവര് ഇത് ചെയ്തു തീർക്കാനുള്ള ഓട്ടത്തിലായിരുന്നു, ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള ഓട്ടമായിരുന്നു അവര്. എന്നാൽ ചെയ്തു തീർക്കാനുള്ള ഓട്ടത്തിൽ നിന്ന് മാറി ഇത് ദൈവം ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ഈ നിലയിൽ ദൈവം എന്നെ ആക്കുമെന്ന് മനസ്സിലാക്കുന്നതിന് പകരമായിട്ട് അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അവിടെയാണ് അവരുടെ പരാജയം വന്നത്. എന്നാൽ കർത്താവ് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യണമെന്ന് തന്നെ. അപ്പൊ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുമ്പോ
ഈ അക്ഷരം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ കുറിച്ചുള്ള കാര്യമാണ്. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 3:6. അവിടെ അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകിൽ തന്നെ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ അവിടെ പറയുന്നത് ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതിന്റെ യഥാർത്ഥമായ ഒരു ന്യായപ്രമാണത്തിന്റെ യഥാർത്ഥമായ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ഈ ന്യായപ്രമാണത്തിന്റെ ബേർഡനകത്തുനിന്ന് അങ്ങ് പോകും. എന്നിട്ടാണ് പറയുന്നത്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരായാൽ പ്രാപ്തരാക്കി. അക്ഷരത്തിന് ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അടുത്ത വാക്യം, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾ അവന്റെ മുഖത്ത് നോക്കിക്കൂടാനുള്ള തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? അപ്പൊ ഇവിടെ ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞു. അക്ഷരത്തിന് ശുശ്രൂഷ തേജസ്സുള്ളത്. അതായത് ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് പ്രമാണം അവർക്ക് കൊടുത്തു. അപ്പൊ അവരെന്ത് ചെയ്തു? ചെയ്യാനായിട്ട് ശ്രമിച്ചു. അവർ ചെയ്യാനായിട്ട് സമാഗമന കൂടാരത്തിൽ വന്നു. അവർ യാഗമർപ്പിച്ചു ചെയ്യാനായിട്ട്. അവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്തിനാ? ന്യായപ്രമാണം നിവർത്തിക്കാനായിട്ട് അവരവരുടെ ദേവാലയത്തിൽ വന്ന് ശുശ്രൂഷകൾ ചെയ്തപ്പോ അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി, അവിടെ അത്ഭുതങ്ങൾ നടന്നു, അല്ലെ? മഹത്വം ഇറങ്ങി അവിടെ. അതുകൊണ്ട് അവിടെ അക്ഷരത്തിന്റെ ശുശ്രൂഷ തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? അപ്പൊ അക്ഷരത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോ നിങ്ങളെ കുറിച്ച് ഇതാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് എന്നാണ് അക്ഷരത്തിൽ എഴുതി വെച്ചത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, യു നീഡ് ടു ഡു ദിസ്, നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യണം. അതാണ് അക്ഷരത്തിൽ എഴുതി വെച്ചത്. അക്ഷരം കൊല്ലുന്നു, അക്ഷരം കൊല്ലുന്നു. ഇവിടെ അക്ഷരം കൊല്ലുന്നു എന്ന് പറയുമ്പോ അക്ഷരം നിങ്ങൾ ഇത് ചെയ്യണം 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 എന്ന് പറയുമ്പോ ചെയ്യണം എന്ന് പറയുന്ന വാക്കിനകത്ത് ഒരു കൽപ്പനയുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അതിനകത്ത് ഒരു നെഗറ്റീവ് സെൻസ് അതിനകത്ത് കിടക്കും. എന്താണെന്നറിയാമോ? നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾ ഒന്നും ആയിട്ടില്ല, ചെയ്താലേ നിങ്ങൾ ആകൂ. ഇത് ചെയ്യണം, ചെയ്താലേ നിങ്ങൾ ഇങ്ങനെ ആകൂ. അത് അക്ഷരം കൊല്ലുന്നു എന്ന് പറയുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അക്ഷരപ്രകാരമുള്ള ന്യായപ്രമാണം നിവർത്തിക്കാനായിട്ട് ഒരു മനുഷ്യൻ ശ്രമിക്കുന്നിടത്തോളം, ന്യായപ്രമാണത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ ശ്രമിക്കുന്നിടത്തോളം അവൻ ഒരിക്കലും ജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല. ജീവൻ പ്രാപിക്കണമെങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇവിടെ പറയുന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്താണ് ആത്മാവ് ചെയ്യുന്ന പണി? നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. നാം ദൈവത്തിന്റെ മക്കൾ എന്നും ആത്മാവ് താനും
നമ്മുടെ ആത്മാവോടും കൂടെ സാക്ഷ്യം പറയുന്നു. ആത്മാവ് ഇന്ന് ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ എന്താണെന്നറിയോ? നമ്മുടെ ആത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, യു ആർ എ സൺ ഓഫ് ഗോഡ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. ഇതെന്ത് ചെയ്യുക? ആത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴ് ഒരു വ്യക്തിക്ക് ജീവൻ പ്രാപിക്കാൻ വേണ്ടുന്ന ഒരു ഘടകമുണ്ട്. അത് ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ നിങ്ങളത് മനസ്സിലാക്കണം. ഒന്ന്, ഈ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുമ്പോ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം വളരെ പ്രസക്തം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിനും ദാസത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ അവിടെ പറയുന്ന കാര്യം എന്താ? അക്ഷരത്തിന് ശുശ്രൂഷ നിങ്ങളെ ദാസന്മാരാക്കും, സ്ലേവ്സ്. എന്നാൽ പുത്രത്വം നിങ്ങളെ, പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളെ പുത്രന്മാരാക്കും. നിങ്ങൾ പ്രാപിച്ച ആത്മാവ് എങ്ങനത്തെയാണ്? പുത്രത്വത്തിന്റെ ആത്മാവ്. നിങ്ങളിത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് കോൺട്രാക്ട്, കരാറ് വരുന്നത് എവിടാന്നറിയാമോ? പരസ്പര ബന്ധമില്ലാത്ത ആളുകൾ തമ്മിലുള്ളതാണ് കോൺട്രാക്ട്. പരസ്പരം ബന്ധമില്ലാത്ത ആളുകൾ തമ്മിലുള്ളതാണ് കോൺട്രാക്ട്. എന്നാൽ കവനന്റ് ബന്ധമുള്ളവർ തമ്മിൽ ചെയ്യുന്ന പ്രോമിസ് ആണ് കവനന്റ്. കോൺട്രാക്ട് ബന്ധമില്ലാത്തവർ തമ്മിലുള്ളതാണ്, കവനന്റ് ബന്ധമുള്ളവർ തമ്മിൽ ചെയ്യുന്നതാണ്. എന്നാല് അവകാശം കൈമാറപ്പെടുക, അതായത് നിങ്ങൾ ഒരു കാര്യം ഒരാൾക്ക് കൊടുക്കുക. അതെങ്ങനെ വരുന്നതെന്നറിയാം? അത് കോൺട്രാക്റ്റിൽ കൂടെ വരുന്നതല്ല, കവനന്റിൽ കൂടെ വരുന്നതല്ല, ജന്മനാ വരുന്നതാ, ജന്മം കൊണ്ട് വരുന്നതാ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, വിവാഹ ശുശ്രൂഷ അതെന്താ പറയുന്നത്? ഒരു കവനന്റ് ആണ്. കവനന്റ്, ഈ കവനന്റ് എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇവർ രണ്ടുപേരും ഒന്ന് ചേരാൻ വേണ്ടി മാത്രമുള്ളതാണ് കവനന്റ്. എന്നാൽ ഈ കവനന്റ് റിലേഷൻഷിപ്പിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞ് ഇവരുമായിട്ട് കണക്റ്റഡ് ആകാനായിട്ട് ഒരു കവനന്റിന്റെ ആവശ്യമില്ല, കോൺട്രാക്റ്റിന്റെ ആവശ്യമില്ല. ആ കുഞ്ഞ് ഇവരിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ഈ മാതാവിന്റെയും പിതാവിന്റെയും സകല ഓഹരിയും അവകാശവും, വീടും, വണ്ടി, കാറ്, പൈസ, ജോലി, ആരോഗ്യം, എല്ലാത്തിനും അവകാശിയാണ്. അത് ഉടമ്പടിയിൽ കൂടെ വന്നതല്ല, അത് കരാറിൽ കൂടെ വന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ കവനന്റ്, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ കോൺട്രാക്ട്, ബട്ട് ഇത് ബൈ ബർത്ത്, ജന്മനാ ലഭിച്ചതാ, ബൈ ബർത്ത്. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എവിടെയാണ് കവനന്റിന്റെ പ്രസക്തി? കവനന്റ് അനുഭവിച്ചാൽ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അതായത് ഇന്ന് പലരും കവനന്റ് റിലേഷൻഷിപ്പ് ദൈവമായിട്ട്, അവർ അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു, അനുഗ്രഹിച്ചു. ദൈവം മോശയോട് ഉടമ്പടി ചെയ്തു, അവരെ അനുഗ്രഹിച്ചു കേട്ടോ. അപ്പൊ കവനന്റിനകത്തൂടെ ബ്ലെസ്സിംഗ് ഉണ്ട്, ഡെഫിനറ്റ്ലി. കോൺട്രാക്റ്റിനകത്തൂടെ ബ്ലെസ്സിംഗ് ഉണ്ട്, ഡെഫിനറ്റ്ലി. പക്ഷേ ബോൺ അഗെയിൻ, വീണ്ടും ജനനത്തിലൂടെ ബ്ലെസ്സിംഗ് അല്ല നമുക്ക് കിട്ടുന്നത്, പൊസിഷനാ കിട്ടുന്നത്. അവിടെ പ്രത്യേകിച്ചൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ ആവശ്യം പോലും ഇല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വത്തും ധനമെല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് അമ്മയും അപ്പനും നിങ്ങളുടെ തലയിൽ കഴിച്ച് അനുഗ്രഹിച്ചാലേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ആ അമ്മയുടെയും അപ്പന്റെയും മകനായിട്ട് ജനിച്ചത് കൊണ്ട് ജന്മന അത് മുഴുവൻ നിങ്ങളുടെ അവകാശമായി മാറിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കുന്നത്. അതായത്
നിങ്ങൾ ഉടമ്പടിയിൽ നിൽക്കുന്ന, എനിക്ക് ചെയ്യണം, എനിക്ക് കൊടുക്കണം, എനിക്ക് ഓടണം, അതാണ് ഇതാണ് കർത്താവിന് വേണ്ടി, ഓ ഇനി എങ്ങനെ എവിടെയാ ഞാൻ കുറച്ചുകൂടെ നന്നാകേണ്ടത്, ഇനി എവിടെയാ കുറച്ചുകൂടി, എന്താണ് പ്രശ്നത്തിന് കാരണം? യു ആർ സ്റ്റിൽ ഇൻ ദ കവനന്റ്. നിങ്ങൾ ഇപ്പോൾ ഉടമ്പടിയിൽ നിൽക്കുക, ഉടമ്പടിയിൽ നിൽക്കുക. ആ ഉടമ്പടിയിൽ നിന്ന് എങ്ങോട്ടെത്തണം? അവകാശത്തിലേക്ക് വരണം, പുത്രത്വത്തിലേക്ക് വരണം. ഈ പുത്രനാകുന്ന ഉടമ്പടി അനുസരിച്ചല്ല, ജനിച്ചത് കൊണ്ട് അതിൽ കിട്ടിയേ പറ്റും. അപ്പൊ നമുക്ക് ഈ ന്യായ പ്രമാണം, പഴയ നിയമം, Old Testament was letter, but New Testament law is spirit. പുതിയ നിയമത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത് തന്നെ ആത്മാവാണ്. ആത്മാവാണ്. അതായത് നീ പാപം ചെയ്താൽ നീ ശപിക്കപ്പെടും. അത് കവനന്റ് റിലേഷൻഷിപ്പാണ്. അവിടെയാണ് കൽപ്പനയെ ഭയന്ന് പാപം ചെയ്യാതിരിക്കുന്നത്. ഈ കവനന്റിനകത്ത് നിൽക്കുന്ന സഭകളുടെ അകത്താണ് ഉടമ്പടിയുടെ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഉടമ്പടിയുടെ പ്രസംഗം പറയും, അവര് 10 കൽപ്പന പ്രസംഗിക്കും. കവനന്റ് പ്രസംഗിച്ച് 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 ആ പ്രസംഗം കേട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ മാറ്റം ഉണ്ടായിരുന്നിരിക്കും, ഉണ്ടായില്ലാന്നിരിക്കും, ചിലപ്പോൾ എന്തൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ പുത്രത്വം മനസ്സിലാക്കുന്നിടത്ത് അവർ പാപം ചെയ്യാതിരിക്കുന്നത് കവനന്റ് കൊണ്ടല്ല. 2 C ആണ്, എല്ലാം C ആട്ടോ. കവനന്റ്. എന്നാൽ കവനന്റ് അനുസരിച്ച് നിൽക്കുന്ന, കവനന്റിനെ ഭയപ്പെട്ട് മദ്യപിക്കുന്നില്ല, വഴക്കുണ്ടാക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. അതിന്റെ അർത്ഥം എന്നാ? ഇപ്പോഴും അവർ അടിമത്തത്തില. ചർച്ചിനകത്ത് കവനന്റ് പ്രസംഗിച്ചാലേ ആളുകൾ പാപം ചെയ്യാതിരിക്കുന്നു. പാപം ചെയ്യരുത് കേട്ടോ, നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് വരണം കേട്ടോ, നിങ്ങൾ മുടി വെട്ടണം കേട്ടോ, നിങ്ങൾ കുറ്റം പറയരുത് കേട്ടോ. കാരണം ഇത് കവനന്റ് പ്രസംഗിച്ചാലേ ഇവർ പാപം ചെയ്യാതിരിക്കുന്നുള്ളൂ. പക്ഷേ ആത്മാവൊരുത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ കവനന്റ് കൊണ്ടല്ല, കോൺട്രാക്ട് കൊണ്ടല്ല, ക്യാരക്ടർ കൊണ്ട്, അവൻ ക്രിസ്തുവിന്റെ ക്യാരക്ടർ അവന് വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം അവന് വെളിപ്പെടുമ്പോൾ, അവനെന്താ പാപം ചെയ്യാത്ത? അവന് സ്വഭാവത പാപം ചെയ്യുന്ന സ്വഭാവം അല്ല അവന്റെ, അഴുക്കാവുന്ന സ്വഭാവം അല്ല അവന്റെ, ദേഷ്യപ്പെടുന്ന സ്വഭാവം അല്ല അവന്റെ, കുറ്റം പറയുന്ന സ്വഭാവം അല്ല അവന്റെ, അവൻ പിറുപിറുക്കുന്ന സ്വഭാവം അല്ല അവന്റെ. അവന്റെ ക്യാരക്ടർ മാറി. ഓ മൈ ഗാഡ്, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ടീച്ചിങ്. ഇറ്റ്സ് സോ പവർഫുൾ. എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച കാര്യം പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം കേട്ടോ, നമ്മളിങ്ങനെ പാപത്തെ കുറിച്ചൊക്കെ ശക്തമായി പ്രബോധിപ്പിക്കണ്ടേ? നിശ്ചയമായിട്ടും നിങ്ങൾ കവനന്റിനകത്താണോ, കോൺട്രാക്റ്റിനകത്താണോ? നിങ്ങൾ അങ്ങനത്തെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കണം. കോൺട്രാക്റ്റും കവനന്റിനകത്ത് ഇരിക്കുന്ന അത് കേട്ടില്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്യും. എന്നാൽ പുത്രത്വത്തിൽ എന്താ പറയുന്നറിയോ? നീ പാപം ചെയ്യരുത്, കാരണം നിന്റെ അപ്പൻ ആ സ്വഭാവമില്ല. നീ പാപം ചെയ്യരുത്, കാരണം നിന്റെ അപ്പന്റെ പേര് പോവും. നീ പാപം ചെയ്യരുത്, കാരണം നിന്റെ അപ്പന്റെ ജീവനാണ് നിന്റെ അകത്തിരിക്കുന്നത്. നീ പാപം ചെയ്യരുത്, നീ കർത്താവിന്റെ ഇമേജാണ്. നീ പാപം ചെയ്യരുത്, ദൈവം നിന്റെ അകത്ത് വസിക്കുക. നീ പാപം ചെയ്യരുത്, നീ നിത്യതയില്ല. നീ പാപം ചെയ്യരുത്, നീ കർത്താവിനുള്ളവനാ. നീ പാപം ചെയ്യരുത്, നീ കർത്താവിന്റെ സാക്ഷിയാ. നീ പാപം ചെയ്യരുത്, നിന്റെ കൈ കർത്താവിന് ഉപയോഗിക്കാനുള്ളതാ. നിന്റെ പാപം ചെയ്യരുത്, നിന്റെ ശരീരം കർത്താവിന് ഉപയോഗിക്കാനുള്ളതാ. കർത്താവ് വസിക്കുന്ന മന്ദിരമാണ് നിന്റെ. അപ്പൊ ഈ കവനന്റിനകത്ത് നിൽക്കുമ്പോ എങ്ങനെ അവര് ഈ കൽപ്പന കേട്ട് 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 അവര് പാപം ചെയ്യത്തില്ല. കൽപ്പനയാണല്ലോ, കൽപ്പന ഉള്ളതുകൊണ്ട് പാപം ചെയ്തില്ല. എന്നാൽ ഒരു വ്യക്തി എപ്പോഴാണോ ആത്മാവിലാകുന്നത്,
ആത്മാവ് അവന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കും, സ്വഭാവത്തെ മാറ്റും. അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നറിയാവും? അവൻ അങ്ങനത്തെ ഒരു സ്വഭാവമില്ലെന്നേ. അവനെന്താ ഒന്ന് പറഞ്ഞാൽ രണ്ടിനും ദേഷ്യപ്പെടാത്ത? അവന്റെ സ്വഭാവം അറിയുന്നേ. അവന്റെ സ്വഭാവം അങ്ങനെയല്ല. അവനെന്താ പാപം ചെയ്യാത്ത? അവനാ സ്വഭാവമില്ലെന്നേ. പക്ഷെ എല്ലാരും വെള്ളം പിടിക്കുന്നു, ഒരു ദിവസം മാസത്തിൽ ഒടിക്കുന്നു വെള്ളം പിടിച്ചാൽ എന്താ കുഴപ്പം? അവനങ്ങനത്തെ സ്വഭാവമില്ലെന്ന്. എല്ലാരും ഇന്നിനെ തെറ്റിക്കൂടെ പോകുന്നു, ഇവന് തെറ്റി. അങ്ങനെ അവന്റെ ക്യാരക്ടർ മാറിപ്പോയി. ചിലപ്പം കുറ്റം പറയുന്ന മരുമകളായിരിക്കാം, കുറ്റം പറയുന്ന അമ്മായിയമ്മയായിരിക്കാം, കുറ്റം പറയുന്ന അമ്മായിയപ്പനായിരിക്കാം. ഇതെല്ലാം ഇന്നിപ്പോ എന്താ ഇത്രയും പറഞ്ഞിട്ട് അവള് മിണ്ടാത്ത? സ്വഭാവം എങ്ങനെ പോയത്? സ്വഭാവം മാറി, ക്യാരക്ടർ മാറി, ക്യാരക്ടർ മാറി. ഞാൻ പറയട്ടെ, നിങ്ങൾ ഉടമ്പടി കൊണ്ടാണോ ദൈവമക്കളായത്? ഇല്ല, ജനിച്ച് മക്കളായതോ? ആമേൻ. ഉടമ്പടിയാൽ മക്കളായി തീർന്നു, ഉടമ്പടിയാൽ ദൈവമക്കളായി തീർന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായി തീർന്നു എന്നൊക്കെ പറഞ്ഞവർ ഇത് കേട്ടാൽ അവർക്ക് പേടി വന്നാലേ പാപം ചെയ്തിരിക്കുന്നു. അവരെ പേടിപ്പിക്കണം. അങ്ങനെ നരകത്തിക്കൊണ്ട് കത്തിച്ചുകളെ. ആ പേടി വന്നാലേ പാപം ചെയ്തിരിക്കുന്നു. പക്ഷെ ഒരു വ്യക്തിയുടെ അകത്ത് ബോധ്യം ഉണ്ടാകുക, ഞാൻ ദൈവത്തിന്റെ പൈതല, ദൈവം എന്റെ ശരീരത്തിലല്ലേ വസിക്കുന്നത്, ദൈവം വസിക്കുന്ന മന്ദിരമേലെ എന്റെ ശരീരം, ദൈവം വസിക്കുന്ന ആലയമേലെ എന്റെ ശരീരം. ഞാൻ എങ്ങനെ പാപം ചെയ്യും? എനിക്ക് പറ്റത്തില്ല. എനിക്കത് പറ്റത്തില്ല, എനിക്കത് സാധ്യമല്ല. അപ്പൊ അതതിന്റെ സ്വഭാവം കാണിക്കുക. അതിനകത്ത് ഇനി പുറത്തേക്ക് ചാടിയേണ്ട കാര്യമില്ല. പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടാകാനായിട്ട് ഇനി വല്ല അതിനകത്ത് ആടിയേണ്ട കാര്യമുണ്ടോ? ചേർക്കേണ്ട കാര്യമുണ്ടോ? മുളകിനകത്ത് അത് എരിവുള്ളതാകാനായിട്ട് നമ്മൾ മുളക് ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കറിയാം, മാങ്ങ ഉപ്പിലിടാറുണ്ട്. എന്തിനാ മാങ്ങ ഉപ്പിലിടുന്നത്? മാങ്ങയിൽ ഉപ്പില്ല, അതുകൊണ്ട് ഉപ്പിനകത്തിട്ട് കുറെ ദിവസം കഴിയുമ്പോഴത്തേനും അത് മാങ്ങയില് ആ ഉപ്പിന്റെ നേച്ചർ വരും, ഉപ്പിന്റെ സ്വഭാവം പിടിക്കും. അപ്പൊ അത് കഴിയുമ്പോൾ ഉപ്പിലിട്ട മാങ്ങ എന്ന് നമ്മൾ പേര് പറയും. അപ്പൊ അതെന്തുകൊണ്ടാ? അതിനങ്ങനെ സ്വഭാവമില്ല. നാളുകൾ അതിനകത്ത് കടന്ന് അങ്ങനെ ആകുക. പക്ഷേ ഒരു വസ്തു അതതിന്റെ രുചിയാണ്, അതിന് വേറെ രുചി പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. ഉപ്പുള്ളതാകാനായിട്ട് ഇനി എന്താ ചേർക്കണ്ടേ? പഞ്ചസാരയ്ക്ക് മധുരമുള്ളതാകാനായിട്ട് ഇനി എന്താ ചേർക്കണ്ടേ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. ഈ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടാനായിട്ട് എന്താ ചേർക്കണ്ടേ? നിങ്ങൾ ആരാന്ന് അറിഞ്ഞു നിന്നാ മതി. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. നിങ്ങൾ ആരാണെന്ന് വ്യക്തമായ ഒരു തിരിച്ചറിവ് നിങ്ങളകത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം വേറെ ഒന്നും ഇല്ലെന്നേ. അവിടെ വേറെ ഒന്നുമില്ല. വേറെ ഒന്നും അവിടെ വർക്ക് ചെയ്യത്തില്ല. വേറെ ഒന്നിന്റെ ആവശ്യമില്ല അവിടെ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് അടിമത്വം എങ്ങനെയാ വരുന്നതെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഉടമ്പടി. ഈ ഉടമ്പടി, ഞാൻ ഉടമ്പടിയിൽപ്പെട്ടവനാ. ആര് പറഞ്ഞ ഉടമ്പടി ഒന്നുമല്ല. ഞാൻ കർത്താവിൽ ജനിച്ചപ്പോ ഉടമ്പടിക്കെല്ലാം അപ്പുറത്താണ് ഞാൻ. ആര് പറഞ്ഞു ഉടമ്പടി കാരണമാണ് ഞാൻ കർത്താവിന്? ഞാൻ വീണ്ടും ജനിച്ചപ്പോ ഞാൻ ദൈവത്തിന്റെ മകനായിട്ട് മാറി. ഞാൻ വീണ്ടും ജനനത്താൽ ദൈവത്തിന്റെ പുത്രനായിട്ട് മാറി, ദൈവത്തിന്റെ പൈതലായിട്ട് മാറി. ഇനി അവിടെ വേറെ ഒരു ചടങ്ങില്ലെന്നേ. വേണ്ട. ഇനി അവിടെ വേറൊരു ചടങ്ങ് അവിടെ ഇല്ല. ഇനി അവിടെ വേറെ ഒരു ചടങ്ങ് അവിടെ ഇല്ല. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഈ അടിമത്വത്തിലാ കിടക്കുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വാ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഞാൻ ഈ പേടിച്ചല്ല പാവം ചെയ്യാതിരിക്കുന്നത്. നിങ്ങളോട് എല്ലാ ദിവസവും പറയണം, പാവം ചെയ്യരുത് കേട്ടോ, പാവം ചെയ്യരുത്, നശിപ്പിക്കും, കത്തിക്കും, തീ കത്തിക്കും, നരകം. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്.
അതായത് കവനന്റ് അല്ല നമ്മളെ നടത്തുന്നത്, ക്യാരക്ടറാ. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ. എല്ലാം സിയ. കവനന്റ്, ക്യാരക്ടർ, ക്രൈസ്റ്റ്. അപ്പൊ ഈ 3 സിക്കകത്താണ് നമ്മുടെ ജീവിതം. അവിടെയാണ് ക്രിസ്ത്യൻ. ഒന്ന്, കവനന്റിൽ നിന്ന് നമ്മൾ ക്യാരക്ടറിലേക്ക് വേണം. എന്നുവെച്ചാൽ ദൈവിക നേച്ചർ എന്റെ അകത്ത് വന്നേ. ഇനി എന്നെ ആരും തല്ലി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ നേച്ചർ, ആ ക്യാരക്ടർ എന്റെ അകത്ത് കിടക്കുക. എന്നെ ആരും അടിച്ചു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. I am a new creation. I am a new creation. Hallelujah. I'm born again. Born again. I am born again. ഞാൻ born again ആയതിലൂടെ എന്താ സംഭവിച്ചത്? I am a new creation. എനിക്ക് ദൈവത്തിന് എല്ലാ അവകാശത്തിനും ഞാൻ അവകാശമായിട്ട് മാറി. അങ്ങനെ വന്നപ്പോ അത് ഞാൻ ഇങ്ങനെ പറയാം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. പക്ഷേ എവിടെ വർദ്ധിച്ചു? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് നിവൃത്തിയായത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലാണ് വർദ്ധിപ്പിക്കാൻ, വർദ്ധനവ്. സകല ജാതികളെയും അനുഗ്രഹിക്കും, നിന്നിലൂടെ സകല ജാതിയും അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ട് യേശുവിന്റെ ജനനത്തിങ്കിൽ അവിടെ ദൂതന്മാര് പറഞ്ഞൊരു വാക്കാണ്, സകല സൃഷ്ടിക്കുമുണ്ടാവാനുള്ള മഹാസന്തോഷം. സകല മാനവജാതികളെയും ശിഷ്യരാക്കുക. എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിച്ചവനായ കർത്താവ്. അപ്പൊ അവിടെ നമ്മള് ഈ ഒരു പ്രധാനപ്പെട്ട വസ്തുത നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാറിപ്പോകരുത്. കവനന്റിനകത്ത് നിർത്തേണ്ടി വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾക്ക് അങ്ങനെ സ്വഭാവമില്ലാത്തപ്പോഴാണ്. മദ്യപിക്കാത്ത ഒരാളോട് അവിടെ ഒരു കമ്പനിയിൽ എഴുതി ഒപ്പിടിക്കുക, ഇനി മുതൽ ഞാൻ മദ്യപിക്കത്തില്ല, മദ്യപിച്ചാൽ എന്റെ ജോലി എടുത്തു കളഞ്ഞേരെ എന്നൊന്നും കവനന്റ് ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല. കാരണം അയാൾ മദ്യപിക്കുന്ന സ്വഭാവത്തിനില്ല. അങ്ങനെ സ്വഭാവം ഒരാൾക്കാണ് അവിടെ എഴുതി ഒപ്പിടിച്ചു വെക്കേണ്ടത്. മദ്യപിച്ചാൽ ഇന്നിന്റെ കാര്യങ്ങൾ പ്രശ്നമാണ്. ഞാൻ പറയട്ടെ, നമ്മള് ദൈവിക സ്വഭാവത്തിന്റെ കൂട്ടാളികളാണ്. വി ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ ക്യാരക്ടർ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ എബ്രായർ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ. അപ്പൊ അങ്ങനെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി മാറിയത് കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഇനി ഒരിക്കലും ഹല്ലേലൂയ നാം ഉടമ്പടിയുടെ കീഴിലല്ല, ക്യാരക്ടറിലാണ്. നമ്മുടെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. പാപം ചെയ്യാൻ കഴിയാത്തൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി കവനനെ പേടിച്ചൊന്നുമല്ല ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത്. ആ ഉടമ്പടി, ആ 10 കൽപ്പനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ല ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത്. എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയെന്ന്. കാരണം ഞാൻ വീണ്ടും ജനിച്ചപ്പോ എന്റെ സ്വഭാവം അവന്റെ സ്വഭാവമായിട്ട് മാറി. ആമേൻ. അപ്പൊ ആ നേച്ചറിലേക്ക് ഞാൻ വന്നു, ആ ക്യാരക്ടറിലേക്ക് ഞാൻ വന്നു. അപ്പൊ അവിടെ നമ്മൾ മറ്റൊരു വസ്തുത മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു പറഞ്ഞൊരു കാര്യമാണ്, അവർ ലോകത്തിലെങ്കിലും ലോകത്തിനുള്ളവരല്ല. അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, അവർ ലോകത്തിലുള്ളവരെങ്കിലും അവർ ലോകത്തിലുള്ളവരല്ല. അവരെ കുറിച്ച് അങ്ങനെ കർത്താവ് പറയുന്നത്. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി എത്ര അപേക്ഷിക്കുന്നത്. അവിടെ പറയുന്നത് ലോകത്തിലുള്ളവരല്ല, അവർ ലോകത്തിലുള്ളവരല്ല. പക്ഷെ അവരോട് പറയുന്നൊരു കാര്യമാണ്,
പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നായിരിക്കേണ്ടതിന്, അവർ നമ്മെ പോലെ ഒന്നായിരിക്കേണ്ടതിന്. അതിവിടെ കർത്താവിന്റെ ശിഷ്യന്മാരുടെ യാത്രാമൊഴിയാണ് ഈ 14, 15, 16 അധ്യായങ്ങൾ കാണുന്നത്. യാത്രാമൊഴി, ഫെയർവെൽ സർമന. കർത്താവ് പറയുക, ഞാൻ പോവാ എന്ന് പറയുക. എന്നാല് അതിനെ തുടർന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, യാമൊഴി അല്ല കേട്ടോ, യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്നത്. മഹാപുരോഹിത പ്രാർത്ഥന, അതിൽ യേശു പറയുകയാണ്, ഞാൻ ലോകക്കാർക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി അപേക്ഷിക്കരുത്. ഇവർ ലോകത്തിൽ ഇരിക്കുന്നെങ്കിൽ ലോകത്തിന് ഉള്ളവർ അല്ല. ഇവർ ലോകത്തിൽ വസിക്കുന്നതും ഇവർ ലോകത്തിനുള്ളവരല്ല. അപ്പൊ ഇവരാരാ? ഇവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്, നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ വായിക്കാം. ഹല്ലേലൂയ, ആമേൻ. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. ഞാനതിന്റെ കുറച്ച് വാക്യങ്ങളെല്ലാം വായിക്കാം. 14 വാക്യം. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ലോകം അവരെ പകച്ചു, അവരെ ലോകത്തിൽ നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കീഴിൽ അകപ്പെടാതുള്ളവരെ കാത്തുകൊള്ളണമെന്നത്ര ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികർ അല്ല. പക്ഷെ 18 വാക്യം പറയാ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പൊ അവരെ ലോകത്തിലേക്ക് അയച്ചു. ലോകം എന്താണ് ഇവിടെ പറയുന്നത്? യേശുവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ, യേശുവിനെ പിതാവായി ദൈവം ലോകത്തിലേക്ക് അയച്ചതുപോലെയാണ് യേശു നമ്മളെയും അയച്ചത്. യേശുവിനെ പിതാവ് എങ്ങനെയാണ് അയച്ചത്? യേശു എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. പിതാവ് എന്നിൽ വസിക്കുന്നു, പിതാവ് എന്നിൽ വസിക്കുന്നു. എന്നെ പിതാവ് ഒരിക്കലും കൈവിടത്തില്ല, ഞാൻ പിതാവിന്റെ കൂടെ. അപ്പൊ അവിടെ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോ യേശുവിനുണ്ടായിരുന്ന ബോധ്യം ഇതാണ്, യേശുവും പിതാവും ഒന്നാണെന്ന ബോധ്യം. യേശുവിനെ അയച്ചു, എന്നാൽ യേശുവിൽ പിതാവ് വസിച്ചു. എന്നിട്ട് അയച്ചു എന്ന് പറയുമ്പോൾ, അയച്ചു എന്ന് പറയുന്ന വാക്കിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു രാജ്യത്തിന്റെ പ്രതിനിധികളെ മറ്റു രാജ്യങ്ങളുടെ രാഷ്ട്രീയവും അവരുടെ എന്താ പറയുന്നത്, അവരുടെ ഉഭയകക്ഷി ബന്ധങ്ങൾക്കൊക്കെ വേണ്ടി അംബാസിഡേഴ്സിനെ അയക്കാറുണ്ട് എല്ലാ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളിലേക്ക്. അപ്പൊ അങ്ങനെ അംബാസിഡേഴ്സിനെ അയക്കുമ്പോ ആ അംബാസിഡർ എന്ന് പറയുന്ന ആൾ, ആ ഒരു പ്രതിനിധി എന്ന് പറയുന്ന ആള് ആ രാജ്യത്ത് ചെല്ലുമ്പോ, ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രതിനിധി ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് ചെന്ന് അവിടുത്തെ പൗരനായി ജീവിച്ച് അവിടുത്തെ കാര്യങ്ങൾ നോക്കി സ്വന്തം കാര്യം നേടാൻ വേണ്ടി അല്ല അങ്ങോട്ട് അയക്കുന്നത്. അവിടെ ചെന്ന് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട്, ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കാനായിട്ട്, ഈ രാജ്യത്തിന്റെ പ്രമാണം സൂക്ഷിക്കാനായിട്ട്, ഈ രാജ്യത്തിന് അപ്പോൾ മാത്രമല്ല ആ രാജ്യത്തിൽ നിന്നാണ് ഇവർക്കെല്ലാം പ്രൊവൈഡ് എല്ലാം നൽകപ്പെടുന്നത്, ഈ രാജ്യത്തിൽ നിന്ന്. അപ്പൊ ഇവിടെ പറയുന്നത്, നിങ്ങളെ ഞാൻ അയക്കുകയാണ്. അതായത് അവിടെ ചെല്ലുമ്പോ അവിടുത്തെ സിസ്റ്റത്തിനനുസരിച്ച് അടിമപ്പെട്ട് ജീവിക്കാനല്ല, നിന്നെ ഞാനൊരു നിയമത്തിലാക്കുക. നീ അവിടെ എന്റെ അതോറിറ്റി നിൽക്കാനായിട്ട്, എന്റെ കൽപ്പന പാലിക്കാനായിട്ട്, ഞാൻ പറഞ്ഞ പോലെ നിൽക്കാനായിട്ട്, അതിനായിട്ട് അയക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഞാനും അവകാശികളും മക്കളുമായി തീർന്നത് എങ്ങനെയാണ്? കവനന്റിൽ കൂടെ അല്ല, ക്യാരക്ടറിൽ കൂടെയാണ് നമ്മൾ ബോൺ അഗെയിൻ ആയപ്പോഴാണ്. അപ്പൊ അങ്ങനെ ക്യാരക്ടർ നമ്മുടെ അകത്ത് വന്നപ്പോ
പാപം ചെയ്യാതിരിക്കുന്നു. ഓക്കെ, ഗുഡ്. പാപം ചെയ്യരുത് കേട്ടോ, പാപം ചെയ്യരുത്. യെസ്. എന്നാൽ പാപം ചെയ്യാതിരിക്കുക എന്നതിന് അതീതമായി ചിലത് ചെയ്യാതിരിക്കണമെന്ന് പറയുന്നതിനേക്കാളും ശക്തിയോടെ ചിലത് ചെയ്യണമെന്നും പറയാൻ കർത്താവിനുണ്ട്. എന്താണെന്നറിയാമോ? യേശു പറഞ്ഞതാ, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവീൻ, ഭൂതഗ്രസ്തരെ വിടുവിപ്പീൻ, മരിച്ചവരെ ഉയർപ്പിക്കണം. അപ്പോൾ എന്താണെന്നറിയാമോ? നിങ്ങളെ അങ്ങോട്ട് അയക്കുന്നത് അവിടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇതെല്ലാം കഷ്ടമായി പോയി കേട്ടോ, ഇതെല്ലാം തെറ്റാകട്ടോ, ഇതിങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് അവിടെ ചെന്ന് കുറ്റം പറയാനല്ല നിന്നെ അയക്കുന്നത്. അവിടെ എന്റെ രാജ്യം സ്ഥാപിക്കാനായിട്ടാ, എന്റെ രാജ്യം സ്ഥാപിക്കാനായിട്ടാ. ഹല്ലേലൂയ. എന്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട് അങ്ങോട്ട് അയക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്യാരക്ടർ. നമ്മൾ ഡിവൈൻ നേച്ചറിലേക്ക്, ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നറിയാമോ? ഭൗതികമായ സാഹചര്യങ്ങൾ, മാനുഷികമായ സിറ്റുവേഷൻ അകത്ത് അടിമപ്പെട്ട്, ഭയന്ന്, നിരാശപ്പെട്ട്, ശാപം, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ശാപം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വിശ്വാസത്താൽ ആ ശാപത്തെ ജയിക്കാൻ പറ്റും. നിങ്ങൾ ശാപത്തിന് കീഴാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്തോളം ശാപം നിങ്ങളെ വാണുകൊണ്ടിരിക്കും. വചനം ഗലാത്യ ലേഖനം 3:14-13 ഇങ്ങനെയാ പറയുന്നത്, മരത്തിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മേൽ ശാപമില്ല. കാരണം നിങ്ങളിൽ ഉണ്ടായ കാര്യം, ക്യാരക്ടർ വന്നപ്പോ പാപം ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല, ചിലത് ചെയ്യാനും കൂടെ നിങ്ങളുടെ മേൽ വിളിയുണ്ട്. സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ, അത്ഭുതങ്ങളെ ചെയ്യാൻ, പിശാചിനെ ബന്ധിച്ച് അവനെ ദൂരെ എടുത്തു കളയാൻ, മരണത്തെ വെല്ലുവിളിക്കാൻ, സാഹചര്യങ്ങളെ എതിർത്ത് നിൽക്കാനായിട്ട് നിങ്ങളുടെ മേൽ ഒരു അനോയിന്റിംഗ് ഉണ്ട്. അത് തിരിച്ചറിയാം. ആമേൻ. അത് നിങ്ങളിൽ വന്നത് നോട്ട് ത്രൂ ദ കവനന്റ് ബട്ട് ത്രൂ ദ ക്യാരക്ടർ. നിങ്ങളുടെ ആ കൽപ്പനയെ പേടിച്ചുള്ള നിങ്ങളുടെ ജീവിതം കൊണ്ടല്ല കേട്ടോ. നിങ്ങൾ ക്രിസ്തുവിന്റെ നേച്ചർ ചുമക്കാൻ തുടങ്ങിയപ്പോ ക്രിസ്തുവിന്റെ സ്വഭാവമാണ് നിങ്ങളകത്തിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് ഈ കേട്ട സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഐ ആം നോ മോർ അണ്ടർ കവനന്റ്, ഐ ആം ഇൻ ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ നേച്ചർ, കാരണം ഞാൻ ദൈവത്തിന് ജനിച്ചവനാ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാം, ഇന്നത്തെ ഈ മെസ്സേജ് സോ പവർഫുൾ ഒരു മെസ്സേജ്, സോ പവർഫുൾ മെസ്സേജ്. നിങ്ങൾ എത്ര പേര് ഇതിന്റെ ആ പറഞ്ഞതിന്റെ അതേ ഇന്റൻസിറ്റിയിൽ അതേ മീനിങ്ങിൽ മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ തിരിച്ചറിഞ്ഞ് നടന്നേ. നിങ്ങൾ ഐ ഹാവ് ഗോഡ്സ് ക്യാരക്ടർ, എനിക്ക് കർത്താവിന്റെ ക്യാരക്ടർ ഉള്ളവരാ. അതുകൊണ്ട് എന്റെ ദൈവിക സ്വഭാവമാണ് എന്റെ അകത്തിരിക്കുന്നത്. പാപം ചെയ്യാതിരിക്കുന്ന എന്റെ സ്വഭാവമാണ്, ദേഷ്യപ്പെടാതിരിക്കുന്ന എന്റെ സ്വഭാവമാണ്, മോശമായ വാക്ക് പറയാതിരിക്കുന്ന എന്റെ സ്വഭാവമാണ്. കൽപ്പനയെ ഭയപ്പെട്ടിട്ടല്ല. ക്രിസ്തു എന്റെ അകത്ത് വന്നപ്പോ എന്റെ ക്യാരക്ടർ മാറി. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളുടെ വചനത്തിനായ സ്തോത്രം. ഞങ്ങള് കവനന്റ് കൊണ്ടല്ല, കവനന്റിലെ ഭയം കൊണ്ടല്ല, ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അതേ കർത്താവ് ക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നു എന്ന ബോധ്യം, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നടക്കണം. അങ്ങനെ സകല പ്രതിസന്ധികളെയും ജയിച്ചു മുന്നേറുവാൻ പരിശുദ്ധനായ ദൈവമേ ഈ രാത്രി ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനോട് ഞങ്ങളെ സൂക്ഷിക്കണമെന്ന്, കൃപയിൽ ഞങ്ങളെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട പോലെ കർത്താവ് പാപം ചെയ്യാതിരിക്കുക മാത്രമല്ല, പിശാചിന്റെ സകല തന്ത്രങ്ങളെയും ജയിച്ചു മുന്നേറുവാൻ, ശാപത്തെ, മരണത്തെ, രോഗത്തെ, ദാരിദ്ര്യത്തെ, പരാജയത്തെ അടക്കി വാഴുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുന്നതിനായ സ്തോത്രം. അതിനായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ ലഭിക്കുന്ന മഹത്വമെല്ലാം മറക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.